ഇപ്പം നടന്ന വോട്ടെടുപ്പ് നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെയായിരുന്നു. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഡൊണാൾഡ് ട്രംപ് യു എസ് കോൺഗ്രസിനെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ അനുവാദമില്ലാതെയോ പല പല തീരുമാനങ്ങൾ എടുത്തു പോകുന്നു എന്നുള്ള ഒരു ആരോപണമാണ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സീനിയർ ലീഡേഴ്സ് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് ജോർജ് ബുഷ് ജൂനിയർ ഓതറൈസേഷൻ ഫോർ യൂസ് ഓഫ് മിലിറ്ററി ഫോഴ്സ് അല്ലെങ്കിൽ AUMF എന്ന് പറഞ്ഞ US കോൺഗ്രസിന്റെ അനുവാദം എടുത്തുകൊണ്ടാണ് 2001 അഫ്ഗാനിസ്ഥാനിലും പിന്നീട് 2002 ഇറാഖിൽ സദ്ദാം ഹുസൈനെതിരെയും പോയപ്പോഴും ഇത്തരം ഒരു അനുവാദം എടുത്താണ് പോയത്. ഇവിടെ നമ്മൾ വാർ ഡിക്ലെയർ ചെയ്തിട്ടില്ല US കോൺഗ്രസ്. ഇത്തരം ഒരു അനുവാദമാണ് സാധാരണ US പ്രസിഡന്റുമാരെ എടുത്തു പോകുന്നത്. പക്ഷേ അതിൽ നിന്ന് വ്യതിചലിച്ചാണ് ഡൊണാൾഡ് ട്രംപ് പോകുന്നത് എന്നുള്ള ഒരു ആരോപണം മുൻനിർത്തിയാണ് കൂടുതൽ ഈ ഒരു തീരുമാനം എടുക്കാൻ US കോൺഗ്രസിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകണം എന്ന് പറഞ്ഞായിരുന്നു ഈ പ്രമേയം വന്നത്. അല്പസമയം മുമ്പാണ് ഈ വോട്ടെടുപ്പ് നടന്നത്. 47-നെതിരെ 53 വോട്ടുകൾക്കാണ് പ്രമേയം തള്ളപ്പെട്ടത്. ഇറാനെതിരെ കൂടുതൽ സൈനിക ആക്രമണങ്ങൾ നടത്തുന്നത് തടയുക എന്നൊരു ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ പ്രമേയം ഡെമോക്രാറ്റ്സ് കൊണ്ടുവന്നത്. നേരത്തെ കൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ ക്രോസ് വോട്ടിംഗ് ഉണ്ടായിരുന്നു. റിപ്പബ്ലിക്കൻ സെനറ്റർ റാൻഡ് പോൾ ഈ പ്രമേയത്തെ അനുകൂലിച്ച്, അതായത് ഡൊണാൾഡ് ട്രംപിന് എതിരെ വോട്ട് ചെയ്തപ്പോൾ ഡെമോക്രാറ്റിക് സെനറ്റർ ജോൺ ഫെറ്റർമാൻ ഈ പ്രമേയത്തെ എതിർത്ത് വോട്ട് രേഖപ്പെടുത്തി, ട്രംപിനെ അനുകൂലിച്ച്. വോട്ടെടുപ്പ് തുടങ്ങിയപ്പോൾ ഡെമോക്രാറ്റിക് സെനറ്റർമാർ തങ്ങളുടെ സീറ്റുകളിൽ ഇരുന്നുകൊണ്ട് വലിയ പ്രതിഷേധവും രേഖപ്പെടുത്തി, വലിയ വാക്പോരുകൾ ഉണ്ടായിരുന്നു. സാധാരണ ഇവർ സഭ വിട്ടു പോകാറുള്ളതാണ്. പക്ഷേ വിട്ടു പോകാതെ തന്നെ ഈ പറയുന്ന അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു ഡെമോക്രാറ്റ്സ്. അതേസമയം ഈ ഇറാനുമായിട്ടുള്ള യുദ്ധം ഇങ്ങനെ പടരുമ്പോഴും ഈ അമേരിക്കയ്ക്ക് വ്യക്തമായിട്ട് ഒരു എക്സിറ്റ് പ്ലാൻ ഇല്ല എന്നുള്ള ഒരു ആശങ്ക പ്രതിപക്ഷം, പ്രത്യേകിച്ച് സീനിയർ സെനറ്റേഴ്സ് ആയിട്ടുള്ള ചക്കർ പോലുള്ള ആൾക്കാർ പങ്കുവെക്കുകയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അമേരിക്ക നോക്കുന്നത് ഹോർമൂസ് കടലിടുക്ക് കൃത്യമായിട്ട് അതുവഴി എണ്ണക്കപ്പലുകൾ പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത് അമേരിക്കയ്ക്ക് അത് വലിയൊരു തിരിച്ചടി അല്ലെങ്കിൽ ഈ യുദ്ധത്തിൽ മുന്നോട്ട് പോകുന്നതിൽ വലിയ തടസ്സമുണ്ടാകും. അതുകൊണ്ട് തന്നെ ആയിരിക്കാം നാവികസേനയെ പൂർണ്ണമായിട്ട് എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് യുദ്ധക്കപ്പലുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് അമേരിക്കൻ സൈന്യം നീങ്ങുന്നത്. അതേസമയം നിലവിൽ ഈ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായിട്ടും ഇസ്ലാമിക് റിപ്പബ്ലിക് നേവിയുടെ നിയന്ത്രണത്തിലാണെന്ന് അവരുടെ തന്നെ വക്താവായ മുഹമ്മദ് അക്ബർ സാദ് പറയുകയുണ്ടായി. കപ്പൽ ഗതാഗതം ഒരു രീതിയിലും സാധ്യമല്ലെന്നാണ് ഇറാൻ പറയുന്നത്. അതുമാത്രമല്ല, ഇതുവഴി ഈ മുന്നറിയിപ്പ് അവഗണിച്ചു പോയ 10ഓളം എണ്ണക്കപ്പലുകൾ ഇതിനോടകം മിസൈൽ ആക്രമണത്തിന് ഇരയായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. അതേസമയം എണ്ണക്കപ്പലുകൾക്ക് സംരക്ഷണം നൽകുമെന്ന് അമേരിക്കൻ നാവികസേനയെ എസ്കോർട്ട് ചെയ്യിപ്പിക്കുമെന്നും ഒക്കെ ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഉടൻ തന്നെ ആരംഭിക്കുമെന്നും അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇറാന്റെ ഈ ഡ്രോൺ കരുത്തുപയോഗിച്ച് ഈ കപ്പൽ ഗതാഗതം ദീർഘകാലത്തേക്ക് തടസ്സപ്പെടുത്തുവാൻ സാധിക്കുമെന്നാണ് സൈനിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വാർ സ്ട്രാറ്റജി ഇറാൻ ഈ ഹോർമൂസ് കടലിടുക്കിലേക്ക് മാറ്റുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്.